നമുക്കിന്ന് ഒരു ഉപ്പും മുളകും റെഡിയാക്കിയാലോ? ചില സ്ഥലങ്ങളിൽ ഉള്ളിയും മുളകും പറയും, ചില സ്ഥലങ്ങളിൽ ഉപ്പും മുളകും എന്ന് പറയും. എങ്ങനെ പറഞ്ഞാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അത് മാത്രം നമ്മൾ നോക്കിയാൽ മതിയല്ല. എന്ത് പേര് പറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല, കഴിക്കാനുള്ള ടേസ്റ്റ് മാത്രം നോക്കിയാൽ മതി. അത് ഞങ്ങൾ ഒരു പ്രാവശ്യം പഴനിക്ക് പോയപ്പോൾ, ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ പഴനിക്ക് പോയപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് എല്ലാവരും വീട്ടിൽ നിന്ന് ഫുഡ് പല പല കറികളൊക്കെ റെഡിയാക്കിയാണ് കൊണ്ടുപോയത്. ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് ഞാൻ ഈ ഉള്ളിയും മുളകും എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിയത് എന്നുള്ളതാണ് പറയുന്നത്. ഞങ്ങളപ്പോൾ ഇവിടുന്ന് പോയിട്ട് പാലക്കാടൊക്കെ എത്തിയപ്പോഴാണ് ഫുഡ് കഴിക്കുന്ന ടൈമായത്, ഉച്ചയായത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ തണലൊക്കെ നോക്കി. അവിടെ നല്ല തണലുള്ള ഒരു റോഡ് സൈഡിൽ തന്നെ നല്ല തണലും നല്ല നമുക്ക് ഇരിക്കാൻ സ്ഥലമൊക്കെ ഉള്ള ഒരു റോഡ് സൈഡിൽ ഒരു കുറച്ച് സ്ഥലം കിട്ടിയിട്ടാ. അപ്പൊ ഇവിടുന്ന് നമ്മൾ പൊതുവെ ഇപ്പൊ ഞങ്ങൾ ടൂർ പോകുമ്പോ ഇങ്ങനെ ഹോട്ടലിൽ ആദ്യത്തെ ദിവസം പോകുമ്പോഴത്തേക്കുള്ള ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. രാത്രിത്തേക്കുള്ള ഫുഡ് മുതൽ നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കും. രാവിലത്തെ ഫുഡ് ഉച്ചക്കത്തെ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് റെഡിയാക്കി കൊണ്ടുപോകും. അപ്പൊ എന്ന് വെച്ചാൽ ചിറ്റന്മാരും എല്ലാവരും കൂടി ഉള്ളപ്പോൾ ഓരോ വീട്ടിലും ഓരോരുത്തർ ഫുഡ് റെഡിയാക്കി എടുക്കും. അങ്ങനെയാണ് പൊതുവെ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളത് എൻജോയ്, നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കാം. അങ്ങനെയാകുമ്പോൾ എല്ലാ വീട്ടിലെയും കറികൾ ഉണ്ടാവും, അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഞങ്ങള് ഒരു റോഡ് സൈഡിൽ തന്നെ നല്ല തണലൊക്കെ ഉള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇരുന്നിട്ടാണ് എല്ലാവരും ഫുഡ് കഴിച്ചത്. എല്ലാവരും കൂടി വട്ടത്തിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിളമ്പി തരാൻ ആൾക്കാരുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്മമാരും ചിറ്റന്മാരൊക്കെ വിളമ്പിക്കോളും, നമ്മൾ കഴിച്ചാൽ മതി. ഞങ്ങള് മക്കളെല്ലാവരും ഇരുന്ന് കഴിക്കും, ചിറ്റന്മാരൊക്കെ വിളമ്പും. അത് കഴിയുമ്പോൾ ഞങ്ങൾ അവർക്ക് വിളമ്പി കൊടുക്കും. അങ്ങനെയാണ് പൊതുവെ എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പൊ ഇതുപോലെ ഇങ്ങനെ എല്ലാ കറികളൊക്കെ വിളമ്പി നമ്മൾ ആ കറികളൊക്കെ കൂട്ടി കഴിക്കുകയാണ്. പക്ഷെ ഈ കറികളെല്ലാം ഒരുപാട് കറി ഉണ്ടെങ്കിലും ആ കറികളെല്ലാം കഴിച്ചതിനേക്കാളും എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തതും എല്ലാവരും കൂടുതലായിട്ട് ആവശ്യപ്പെട്ടതും ഈ ഉപ്പും മുളകും മതി ഞങ്ങൾക്ക്, അതൊന്ന് കൂടുതലായിട്ട് തരുമെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ആവശ്യപ്പെട്ടത്. അപ്പൊ ഞാൻ വിചാരിച്ചു ആ റെസിപ്പി ഒന്ന് എല്ലാവരുടെ അടുത്ത് ഷെയർ ചെയ്താലോ. എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. നമ്മളിത് അന്ന് തന്നെ കഴിച്ചു തീർക്കണം എന്നില്ല, 2 ദിവസം ഇരുന്നാലും അത് ചീത്തയായും പോവില്ല. അപ്പൊ ഈ ഉപ്പും മുളകും അന്ന് റെഡിയാക്കി കൊണ്ടുവന്നത് ചിറ്റയാണ് കേട്ടോ. ബേബി എന്നാണ് ചിറ്റയുടെ പേര്. അപ്പൊ ചിറ്റയുടെ അടുത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു, ചിറ്റ ഇതിന്റെ റെസിപ്പി എനിക്കൊന്ന് പറഞ്ഞു തരൂ, എനിക്കിങ്ങനെ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ചിറ്റ എനിക്ക് അതിന്റെ റെസിപ്പി പറഞ്ഞു തന്നു. അപ്പൊ ബേബി ചിറ്റ സ്പെഷ്യൽ ഉപ്പും മുളകും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഉള്ളിയും മുളകും ചതച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് ഉള്ളി പൊളിച്ചെടുത്തിട്ടുണ്ട്, അതുപോലെ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, കറിവേപ്പില, ഉപ്പ്, കടുക്, വെളിച്ചെണ്ണ. ഇതിപ്പോ നമ്മള് കാശ്മീരി ചില്ലി അല്ല യൂസ് ചെയ്യുന്നത്, വറ്റൽമുളകാണ്. അതുപോലെ തന്നെ നമ്മള് ഉള്ളി തന്നെ യൂസ് ചെയ്യണം ഉള്ളിയും മുളകും ചതയ്ക്കാൻ വേണ്ടിയിട്ട്. സവാള ഒന്നും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ടേസ്റ്റ് വരില്ല. ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് വറ്റൽമുളക് ചേർത്തിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇതാ നമ്മള് വറ്റൽമുളക് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉള്ളിയും ചേർത്തിട്ട് നന്നായിട്ട് ചതച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ വീട്ടില് ചതയ്ക്കാനുള്ള കല്ലില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ തന്നെ ചതച്ചെടുക്കാം. ചതയ്ക്കാനുള്ള കല്ലുണ്ടെങ്കിൽ നമ്മൾ കല്ലിൽ ചതച്ചെടുക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ് കൂടുതൽ. അപ്പൊ നമുക്കിത് കല്ലിലൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇതാ നമ്മള് ഉള്ളിയും മുളകും ഉപ്പും ചേർത്ത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോ നമ്മള് മിക്സിയില് വറ്റൽമുളക് ക്രഷ് ചെയ്തതിന് ശേഷം നമ്മള് അമ്മിക്കല്ലിൽ വെച്ചിട്ടാണ് ഇടിച്ചെടുത്തത്. അപ്പോ വറ്റൽമുളക് ആദ്യം കല്ലിൽ വെച്ചൊന്ന് വീണ്ടും നന്നായിട്ട് ഇടിച്ചു. അതിന്റെ മുകളിലേക്ക് ഉള്ളിയും ഉപ്പും ചേർത്തിട്ട് ഇടിച്ചെടുത്തു. അപ്പൊ നമ്മൾ അമ്മിക്കല്ലിലാണ് ചതച്ചെടുക്കുന്നതെങ്കിൽ ഉള്ളി ചതയ്ക്കുമ്പോ ചതഞ്ഞ് കിട്ടാൻ, ഇപ്പൊ സാധാരണ നമ്മൾ ഉള്ളി ചതയ്ക്കുമ്പോ കല്ലിൽ വെച്ചിട്ട് ഇടിക്കുമ്പോ ഉള്ളിയുടെ വഴിക്കും പോവും. നമ്മൾ പിന്നെ അതിന്റെ പുറകെ നടന്നിട്ട് ഓടി ചെന്ന് വിളിച്ചിട്ട് വരേണ്ടി വരും, ഉള്ളിനെ പിടിച്ചെടുത്തോണ്ട് വരേണ്ടി വരും നമ്മള് ഇടിച്ച് ചതയ്ക്കുമ്പോ. ഇതിപ്പോ ഞാൻ എങ്ങനെ ചതച്ചെടുത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉള്ളി നമ്മൾ അമ്മിക്കല്ലിൽ വെച്ചിട്ട് പതുക്കെ കല്ലുകൊണ്ട് ഇങ്ങനെ പതുക്കെ പ്രസ് ചെയ്ത്, നമ്മളെന്താ പറയാ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലിങ്ങനെ അനക്കി ഞെരിച്ച് ചതച്ചെടുക്കുകയാണ് ഇത്. അങ്ങനെയാകുമ്പോ നമ്മുടെ ഡ്രസ്സിലൊന്നും ആവില്ല, അതുപോലെ ഉള്ളി ഓടി പോവില്ല. അല്ലെങ്കിൽ നമ്മൾ ഉള്ളി ഓടി നടക്കുമ്പോൾ ഉള്ളിയുടെ പുറകെ നമ്മളും കൂടെ ഓടി നടക്കേണ്ടി വരും. അപ്പൊ അത് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞത്. അല്ല നമ്മളിപ്പോ ചെറിയ ഉള്ളി മുളകൊക്കെ ഇടിക്കുന്ന കല്ലിടിക്കുകയാണെങ്കിൽ ഉള്ളി തെറിച്ചു പോവില്ല. ഇനിയിപ്പോ നമുക്കിതൊന്ന് മൊരിയിച്ചെടുക്കാം. നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുക് ചേർക്കാം. കുറച്ച് കടുക് മതി ഉള്ളി മുളകിന്. നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും ചേർത്ത് കൊടുക്കാം.
ഉള്ളിയും മുളകും കരിഞ്ഞു പോവാതെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇരുമ്പിന്റെ ചട്ടിയാണ്, ചട്ടി നല്ല ചൂടാണ്. അപ്പൊ നമ്മള് കൈ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം കരിഞ്ഞു പോവും. നമ്മുടെ ഉള്ളിയുടെ ഒരു റോസ് സ്മെല്ല് മാറി വരുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഉള്ളിയുടെ റോസ് സ്മെല്ല് മാറിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതാ നമ്മുടെ ഉള്ളിയും മുളകും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിന്റെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. ഇപ്പൊ നമ്മള് ചോറിന്റെ കൂടെ ഒരു പുളിശ്ശേരി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഉള്ളിയും മുളകും കൂടി കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ചോറുണ്ണും. എല്ലാവരും ഉറപ്പായിട്ട് ഉണ്ടാക്കി കഴിക്കുക. കഴിച്ചതിന് ശേഷം കമന്റ് ബോക്സിൽ ഇടാം. അപ്പൊ നമുക്ക് അടുത്ത ഡിഷുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.